First, visit Incanner, Pershenikadavu Temple. Kuku ചേച്ചി ഹായ് പറയൂ. ഇഷ്ടം പോലെ കടകളാ ഗൈസ്. ഓക്കെ കമ്മൽ അടിപൊളിയായിണ്ടല്ലേ. അർജു JCB വാങ്ങി നോക്കട്ടെ. അർജു ലാല നോക്കട്ടെ. ലാല വാവ് സൂപ്പർ. എന്ത് ലോറിയാ? ആ ഇവിടെ കുറേ സാധനങ്ങളാണ് ഗൈസ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടന്നിങ്ങനെ എല്ലാം കാണാം. കുറേ സാധനങ്ങളുണ്ട്. ഫോട്ടോസും അല്ല അയ്യവ പാത്രം പിടിച്ചു നിൽക്കുന്ന സ്ത്രീ സൂപ്പർ. ഓക്കെ, ഇനി നമുക്ക് ബസ്സിലെത്തിയിട്ട് കാണാം. ഓ അയ്യവ കുപ്പിവള കിലോ ഇതൊക്കെ എന്താ സാധനം തന്നെ അറിയില്ല. ഒരു കടയിൽ കേറിയിട്ടുണ്ട് ഗെയ്സ്, എന്താവും അറിയില്ല. നോക്കി നോക്കാം. അത് നടന്നില്ല ഗെയ്സ്, വേണ്ട. ഹൈവ ഗോൾഡൻ കളറാ ഫുള്ള്. ആ 3 കാണിച്ചേ. ഹോസ്പിറ്റലിൽ കൊടുക്കാനാ? ഞാൻ ആദ്യം വിചാരിച്ചത് പട്ട് സാരിയാണെന്നാണ് ഗൈസ്, പക്ഷെ ഇത് കുപ്പിവളയാണ്. ഇനി ഫുള്ള് പടി കയറ്റാണ്. പടി കയറ്റം അയ്യാ കുറേ കയറാണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിലെത്തിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണാം ഗൈസ്. നടന്നൊരു പരിവായി. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് വയ്യ. വണ്ടി പോയിട്ട് വേണം കുടിക്കാൻ. പോയി കുടിക്കാം. അയ്യാ എത്ര സ്റ്റെപ്പാ ഇനി നടക്കാൻ. നോക്കിയേ, ഇനിയും സ്റ്റെപ്പ് കയറാണ്ട്. കയറിക്കൊണ്ടിരിക്കുക ഗൈസ്, എത്തട്ടെ. അമ്മേ വേർത്ത് കുടിച്ചു, ദാഹിച്ച് മതി. വെള്ളം കിട്ടുന്ന സ്ഥലത്തെത്തി. ഇതാ വെള്ളം കുടിക്കാം. ഇതാ ഈ കടയിൽ നിന്നാട്ടോ വെള്ളം കുടിച്ചേ. ഈ കടയിൽ നിന്നാണ് വെള്ളം കുടിച്ച്. അയ്യോ പുറത്തെത്തി. അങ്ങനെ ഇനി നടക്കാം. അച്ഛൻ ചെരുപ്പം പിടിച്ചിട്ട് നടക്കണം. അമ്മോ ഇതാണ് ഫസ്റ്റ് എൻട്രി. പിന്നെ അങ്ങോട്ടൊരു നടത്താ. ഇറങ്ങുമ്പോൾ കുറച്ച് സുഖം തന്നെയാണ്, പക്ഷെ കയറാൻ എൻ്റെ അമ്മോ. ഓ സൂപ്പർ വ്യൂ കേട്ടോ. നമ്മുടെ ടീം നടന്ന് അവിടെ എത്തി ഗൈസ്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്.
നല്ല ആൾക്കാരുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം ഉണ്ട്. എൻ്റെ നോട്ടം ഫുള്ള് അതിലേക്കാണ്. ഇതാണ് മൈ മമ്മി. ഓ ഹായ് ശ്രീകുട്ടി ഇങ്ങടുത്തി. ദിസ് ഈസ് മൈ അനിയത്തി. അയ്യ സ്വഭാവം മഹാപടക്ക. ആ എല്ലാം ഒന്ന് ഫോട്ടോ എടുക്കണതാണ് എൻ്റെ അച്ഛൻ. അച്ഛന് പിന്നെ ഫോട്ടോ എടുക്കലാണ് പണി. ഇതൊക്കെ നമ്മുടെ ടീമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് ഫുൾ നമ്മുടെ ടീമാണ്. ടൂർ പോകാൻ വന്നവരാണ് നമ്മുടെ കൂടെ. തിക് ഫ്രണ്ട്സാണ് കേട്ടോ. നല്ല ആംബിയൻസ്. കുളം ഹൈവ സൂപ്പറായിട്ടുണ്ട്. പുറത്ത് വരുന്ന വഴി ഞാനൊരു താമര കണ്ടു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. ഇനി ഫുഡും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ സൂപ്പറായില്ലായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് തരാം കേട്ടോ. ശരി. നമ്മൾ നെയ് റോസ്റ്റ് മറ്റേ ഉഴുന്ന് വടി പിന്നെ ആയിക്കോട്ടെ എന്തൊക്കെയോ കിട്ടും. അതാണ് ഓർഡർ ചെയ്തിട്ട് കേട്ടോ. വന്നിട്ട് കാണാം. ഗൈസ് വരുന്നുണ്ട്. ഇതാ അയ്യോ എനിക്ക് കിട്ടിയില്ല. ഓക്കെ ആ ഇതൊക്കെ എനിക്കിത് മതി. ഞാനത് കഴിക്കാം. നമ്മളിങ്ങനെ ദോശ പൊട്ടിച്ച് സാമ്പാറിലും ചട്നിയിലും മുക്കി സൂപ്പർ സാധനം. നല്ല സാധനം കേട്ടോ. ഇനി കഴിച്ചിട്ട് കാണാം. അപ്പൊ പോവാണ്. ബൈ ബൈ റെസ്റ്റോറൻറ്റ്. ബൈ ബൈ. നമ്മൾ ഫോർട്ടിലാണ് നിൽക്കുന്നത്. കാസർഗോഡ് ഫോർട്ടിലാണ് നിൽക്കുന്നത്. നല്ല വ്യൂ ആണ്. അപ്പുറത്ത് കടലൊക്കെ ഉണ്ട്. കറക്റ്റ് വ്യൂ അറിയാം. ഇതാ ഞാൻ. നല്ല വെയിലാണ്. സൺസ്ക്രീൻ ഇടണം നിർബന്ധമാണ്. ഗൈസ് ഞാൻ കടല് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റാണ്. ഓക്കേ. ഓ ഇത് ഫുള്ള് കടല. ഇവിടെയൊക്കെ ഇതേ നമുക്ക് കേറി വന്നത്. ഓക്കെ കൂടുതൽ നേരം നമ്മൾ വെയിലത്ത് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ താഴെ ഇറങ്ങണം. കാണട്ടെ. ഇത് സ്റ്റെപ്പല്ല, കല്ലും കൊണ്ട് ഇങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ്. ഷൂ ആട്ടിക്കിന് സ്ലിപ്പാവാതെ സൂക്ഷിക്കണം. കമ്പി പിടിച്ച് നടക്കാം. അച്ഛാ മെല്ലെ നടന്നാൽ മതി, വീഴും. ആ ചെരുപ്പ് സൂക്ഷിക്കണം. അതെ 16 ചെരുപ്പ് കൊണ്ടുവന്നിട്ട് ഈ ചെരുപ്പ് തന്നെ ഇങ്ങോട്ട് ഇട്ടിട്ട് വരണമെങ്കിലോ. ഓ ഷിക അവിടെ എത്തി. ഹൈ എന്തായാലും ഞാൻ മെല്ലെ നടക്കണേ. അയ്യോ നല്ല എൻ്റെ അനിയത്തി ഇതാ പതുക്കെ പിടിച്ച് മെല്ലെ ഇറങ്ങി വരുന്നു. ഇതിനേക്കാ ഭേദം കൂടെ ഇരുന്നാൽ മതി. വിടിച്ചാൽ പോരെ അല്ലേ. ഇത് ഇറങ്ങണേ കയറുമ്പോൾ അധികം വീഴില്ല തോന്നുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ ഒരു കാല് സ്ലിപ്പായാൽ മതി. പിന്നെ ഒരു ഫ്ലൈറ്റ് വിളിച്ച പോലെയാണ്. താഴെ പെട്ടെന്ന് എത്താം. ഇതാ ഗെയ്സ് നമ്മൾ മേലെന്ന് കണ്ട വ്യൂ. വലുതായിട്ട് കാണാനൊന്നും ഇല്ലെങ്കിലും
ആ കടൽ നന്നായിട്ട് കാണാം. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കടലിലേക്ക് പോകുന്നുണ്ട്, ബീച്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ തനിയെ വരും. ഇത് ഡേ 1 ആണ്. ആ ഗുഹ പോലത്തെ സംഭവം അല്ലേ? ഏയ് ഉള്ളിക്കൊന്നും പോലെ. ശ്രീകുട്ടി ഒന്ന് പിന്നിക്കീരി. ആ ഇതിങ്ങനെ നടക്കാം, ഇങ്ങനെ. അയ്യോ, നടന്ന് കാണാനുള്ള വ്യൂ ആണ് കേട്ടോ അതൊക്കെ. നല്ല വെയിലുണ്ട്. ഇനി ബേക്കൽ ഫോർട്ടിൽ അധികം വെയിലില്ല, പക്ഷെ ഗോവയിൽ നല്ല വെയിലാണെന്നാണ് പറയണത്. അപ്പോൾ പോയ പോലെയാണ് തിരിച്ചു വരിക എന്ന് ആർക്കറിയാം, ദൈവത്തിനറിയാം. ബീച്ചിൽ മണലിൽ തന്നെ കാല് ചവിട്ടാൻ പറ്റുമോ? അത്രയ്ക്ക് ചൂടായിരിക്കുന്ന പറയുന്നത്. എന്തായാലും വന്നതല്ലേ, നമ്മൾ പോണല്ലോ. വന്ന് അടിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിൽ പോവാം. ആ ഇതാ ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കടല് കണ്ടോ? ഇത് ഫുള്ള് പരന്ന് കിടക്കുക. ഇതിൽ ചാടി പിന്നെ ആരെയും കാണാൻ പറ്റുമൊന്നുമില്ല. ഇവിടെ നിന്ന് കാണാം. ഓഹോ, കാണാൻ പറ്റണ്ടോ? ഇത് കണ്ടോ? ഫുൾ കടലാണ്. ആ അറ്റത്ത് പോണ വെള്ള കളറ് തിരമാല തട്ടിയിട്ട് തിരിച്ചു വരണതാ. ഈ പോകുമ്പോൾ അവിടെ നിന്നൊരു തൊപ്പി വാങ്ങിക്കണമെന്നുണ്ട്. അത് ഈ ഒരു നേരം ഇടുള്ളൂ പറഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കാതിരുന്നത്. നോക്കാം. എവിടെ നോക്കട്ടെ. ആ അതിന്റെ നടുകാട്ടിൽ പോയിട്ട് രസാ കാണാൻ. നല്ല ഭംഗി. നീല കളർ പച്ച കണ്ണാ. അയ്യോ, കടല് കണ്ടിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിട്ട് കേറിയതാ. മതി കേട്ടോ, വീഴരുത്. കമോൺ ചാടു. ഒറ്റ തിരമാലയുടെ അയ്യോ, ഇതോ ഏതൊക്കെയോ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. ആ പിന്നെ ടിപ്പു സുൽത്താൻ അവിടെ ഇരുന്നിട്ട് തോക്കും കൂടി കയ്യിലുണ്ടെങ്കിൽ വെടി വെക്കായിരുന്നു. ഇനി തിരിച്ചു പോവാണ് നമ്മൾ. ഇത് കണ്ട് മതിയായി. ഇനി താഴെക്കൂടെ ഒരു വഴിയുണ്ട്, അതിനെ പോവും. ഇനി താഴെ കാണണ്ട അച്ഛാ, ഇതെന്നെ ചോട്ടി. എൻ്റെ അമ്മ, ഇത് കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ വേർത്ത് കുളിച്ചു. ഇന്ന് നടത്തന്നെ ഉണ്ടായിട്ടുള്ളൂ ഈ കടല് കാണലും. ഇനി കടലിൽ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. വീഡിയോ എടുക്കാൻ വയ്യ, ചാർജ് ഇല്ല. ഇതാണല്ലേ ഗണ്ണോണ്ട് വെക്കണത്. ആ വലിയ ഗണ്ണ് ഉള്ളിലേക്ക് അങ്ങനെ ഇട്. ഒരു തോക്കുണ്ടെങ്കിൽ വെച്ചും കൂടി നോക്കിട്ട് വിട്ടിട്ട് വരായിരുന്നു. അതെ, അല്ല അവരുടെ ആരെങ്കിലും വിളിച്ചു നോക്കിക്കൂടെ? അതെ അതെ, ഈ വെയിലത്ത് ഇനി ഈ കണ്ട നേരത്തൊക്കെ അല്ലേ, ഈ കണ്ട വെയിലത്ത് നിങ്ങളൊക്കെ നടന്നു വന്നിട്ട് ഞങ്ങളും പോണ്ടേ? ഇതാ ഇതൊക്കെ പിന്നിട്ട ഫോട്ടോ എടുക്കണം. എന്തിനാ? അയവ അയവതെന്താ മുള്ള പോലെ. ഞാന് ഒരു ഇതെടുക്കട്ടെ. ആവൂ സൗണ്ട് നോക്കേ. ആ സൗണ്ട് ഫോണിൽ കിട്ടി സൂപ്പറായി. അല്ലെങ്കിൽ ഫുള്ള് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കാം.
സൗണ്ട് ഉണ്ടാക്കാൻ അത്ര പണി. അടുത്തേക്കൊന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ. ഇവര് ഈ റൂട്ടാണോ പോയി ആർക്കറിയാം. ഈ റൂട്ടാ ഏതെങ്കിലും ഒരു റൂട്ട് അങ്ങോട്ട് പോവന്നെ. I will zoom this guy. ഞങ്ങൾ ആ കടലിന്റെ നടുക്ക് ഒരു സാധനം ഇല്ലേ, അങ്ങനെ നടക്കണതാ. ഫോണിലാണ് ചമ്മിപ്പോയി, ഇറങ്ങി വരുന്നുള്ളൂ. സാരില്ല. വായു നമുക്ക് വേഗം പോവാട്ടോ. ഇതിന്റെ താഴേക്ക് ഇറങ്ങാനുള്ള വഴിയാ തോന്നണു. അടുത്തെത്തി. അങ്ങനെ ബസ് കയറിയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാ. ഇവിടുന്ന് പക്ഷെ ഇങ്ങോട്ട് വന്നാ നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ, അതുകൊണ്ട് എടുത്തു. ഇവിടെ നല്ല പിന്നെയും തിരമാല വരണേൻ്റെ അവിടെ ഒരു കാറ്റുണ്ട്. വെയിലൊന്നൊരു പ്രശ്നമല്ല. ഈ പാറയുടെ മേലേക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത സൂപ്പറായി ഉണ്ടാവും അല്ലേ? ഇതൊക്കെ ഒരു ഞണ്ട് കഴിഞ്ഞു പോണു, കാണാൻ പറ്റില്ല. ഇതാ കല്ലിന്റെ മേലല്ലേ? കല്ലിന്റെ മേലെ രണ്ടെണ്ണുണ്ട്. ചരിഞ്ഞ കല്ലിക്കൂടെ അതല്ലേ. നല്ല തണുത്ത കാറ്റ് അല്ലേ? ഇതാണ് ഞണ്ട്. അതാ കല്ലിന്റെ മേലെ ഇരിക്കണ. നോക്കി, കുഞ്ഞു ഞണ്ടാ. ആ വെള്ളത്തിൽ കൂടെ ആയിരിക്കും. നോക്ക്, ആടെ ഇഷ്ടം പോലെ ഉണ്ടാ. ഫ്രൈ എല്ലാം കണ്ട് സംഭാരമൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. നീ ഇവിടുത്തെ കഴിഞ്ഞു. ഫൈനൽ എൻട്രി. വന്ന വഴി തന്നെ തിരിച്ചെത്തി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അടച്ചോ? അതങ്ങനെ ഇരുന്നോട്ടെ. ഇതാ ഗേസ് റൂം. അടിപൊളി റൂം തന്നെ കിട്ടി. ഇറങ്ങി വന്നതും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കിട്ടി. എക്സ്ട്രാ ബെഡ് ഉണ്ട്, ടി വി ഉണ്ട്, എല്ലാം ഉണ്ട്. ബാത്റൂം നോക്കണം നീ. അഡ്ജസ്റ്റ് ചെയ്യാം.